ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. എത്രത്തോളം കറക്റ്റ് ആവും അല്ലെങ്കിൽ ഇത് എന്ന് കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മളത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ റൂം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ബിഫോറും ആഫ്റ്ററും പിക്ക് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അതിപുരാതനമായ മുറി. അത്ര അധികം പഴക്കമൊന്നുമില്ല കേട്ടോ, എന്നാലും കുറച്ചധികം വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. അപ്പോൾ ഈ റൂം ആദ്യം യൂസ് ചെയ്തിരുന്നത് ഞാനും അനിയത്തിയൊക്കെയാണ്. പക്ഷേ ഇത് എൻ്റെ മുറി നിൻ്റെ മുറി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളും നമ്മുടെ തന്നെയാണ്. നമ്മളെല്ലാവരും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് കേട്ടോ കിടക്കാറ്. ഇപ്പം ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാനും അനിയത്തിയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇതിൽ ടഫസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യലാണ്. അപ്പം നമ്മളതിന് ശേഷം ഫസ്റ്റായിട്ട് നമ്മൾ ബേസ് കോട്ടൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് കളർ പെയിൻ്റാണ് ഇവിടെ ഇരുന്നത്. നമ്മളത് അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട്, എനിക്കങ്ങനെ അടിക്കാനൊന്നും അറിയില്ല കേട്ടോ, പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഈ നമ്മുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് പണ്ടൊരു ഷെൽഫ് പോലെ ഉണ്ടായിരുന്നു, അതാണ് അവിടെ ഒരു കവറിങ് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞിട്ടപ്പോൾ കാണാം. ഒഴിവ് സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കലാവിരുതുകൾ ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവില്ലേ. അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഈ വൈറ്റ് പെയിൻ്റ് അടിക്കാനായിട്ട്. ഞാൻ അടിച്ചടിച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയല്ലടി അടിക്കണ്ടേ, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് ഒരു പിക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ചുമ്മാ ഒരു ചെറിയ വോളായിട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വോളായിട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതിലോ ഒന്നും ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, ട്രെയിൻഡ് അല്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയാണ്, എനിക്ക് എന്നെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന പോലെയാണ് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കണം, പിന്നെ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് കുത്തുകൾ വെച്ച് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ തിങ്കേഴ്സിന് ഒരു സംസ്ഥാന സമ്മേളനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റ് എന്നെ ആക്കും എന്നുള്ളൊരു സംശയം വരെ ഉണ്ട് കേട്ടോ എനിക്ക്. ഞാൻ വെറുതെ പറഞ്ഞതാ, അത്രയും ഭയങ്കര ഒരു ഓവർ തിങ്കറാണ് ഞാൻ. ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഓരോന്ന് കൂട്ടാന്നേ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു മൈൻഡിൽ നെഗറ്റീവൊക്കെ അടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമൊക്കെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് കേട്ടോ ഇതുപോലുള്ള ചിത്രപ്പണികളും എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാമെന്നുള്ളത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ലപോലെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വോളിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ 3 ഫോട്ടോസ് ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു വൈറ്റ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫ്രെയിമിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ടായിരുന്നു. നമ്മളിനി അങ്ങനെ നമ്മുടെ ആ ബാക്കിലുള്ള ആ ഒരു പോർഷൻ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റിക്കറാക്കി എടുത്ത പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ചിലതിലുണ്ട് കേട്ടോ, ചിലതിൽ ഓൾറെഡി ഇതിൽ പശയായിട്ട് വരുന്ന സ്റ്റിക്കറാണിത്. ഇതൊക്കെ പക്ഷേ സ്റ്റിക്കർ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പശ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അവിടെ ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഒടിച്ചു കൊടുത്തപ്പോൾ ആ ഭംഗി അങ്ങ് മാറിക്കിട്ടിട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മളിങ്ങനെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ടോട്ടലി റിലാക്സ്ഡ് ആവുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു കർട്ടൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ക്രീം ഹാങ്ങിങ് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് നേരം പണിപ്പെട്ടു, അങ്ങനെ റെഡി ആയൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ആ ഒരു പാടുണ്ടായിരുന്നു നമ്മളെ പഴയ ഒരു ഷെൽഫിൻ്റെ, അതങ്ങ് പോയി കിട്ടി. പിന്നെ നമ്മൾ 3 ഫ്രെയിമും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.